അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ ശക്തിയും രക്ഷയും ആശ്രയവുമായ കർത്താവേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ശക്തിയും രക്ഷയും ആശ്രയവുമായ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ശക്തനായ ദൈവമേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്റെ സഹായവും രക്ഷയുടെ കൊമ്പും മഹത്വമുള്ള അഭയകേന്ദ്രവും അങ്ങാകുന്നു. കർത്താവിനെ ഞാൻ വിളിക്കും. ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷ നേടും. മരണത്തിന്റെ കുരുക്കുകൾ എന്നെ വലയം ചെയ്തു. തിന്മയുടെ കുത്തൊഴുക്കിൽ ഞാൻ ഭയപ്പെട്ടു. ശിയോലിന്റെ പാശങ്ങൾ എന്നെ ചുറ്റിവരിഞ്ഞു. മരണക്കെണികൾ എന്റെ മുൻപിൽ നിരന്നു. ഞെരുക്കുകാലത്ത് ഞാൻ കർത്താവിനെ വിളിച്ചു. ദൈവത്തോട് ഞാൻ കേണപേക്ഷിച്ചു. തന്റെ ആലയത്തിൽ നിന്ന് അവിടുന്ന് എന്റെ സ്വരം ശ്രവിച്ചു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പിളർന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കോപം ആളിക്കത്തി. ക്രോധത്തിന്റെ ധൂപപടലമുയർന്നു. അവിടുത്തെ മുഖത്തു നിന്ന് അഗ്നി ജ്വലിച്ചു. അതിൽ കനലുകൾ എരിഞ്ഞു. ആകാശം ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. കാർമേഘത്തിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. ക്രോവേന്മാരുടെ മേലിരുന്ന് അവിടുന്ന് സഞ്ചരിച്ചു. കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പറന്നു. അന്ധകാരത്തെ തന്റെ ആവരണമാക്കി. ജലമയമായ മേഘങ്ങളെ തന്റെ കൂടാരവുമാക്കി. അവിടുത്തെ കൂടാരത്തിന്റെ ശോഭയിൽ നിന്ന് കന്മഴയും ഇടിമിന്നലും ഉണ്ടായി. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതൻ തന്റെ ശബ്ദമുയർത്തി. ആലിപ്പഴവും തീക്കനലുമുണ്ടായി. അസ്ത്രമയച്ച് ദുഷ്ടരെ ചിതറിച്ചു. ഇടിമിന്നൽ കൊണ്ട് അവരെ ഭയപ്പെടുത്തി. കർത്താവേ, അങ്ങയുടെ ശാസനയാലും കോപനിശ്വാസത്താലും
ആഴിയുടെ ഉറവിടങ്ങളും ഭൂമിയുടെ അടിത്തറയും ദൃശ്യമായി. ഉന്നതത്തിൽ നിന്ന് കരം നീട്ടി എന്നെ ഉദ്ധരിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. കരുത്തരായ ശത്രുക്കളിൽ നിന്നും ശക്തരായ വൈരികളിൽ നിന്നും അങ്ങ് എന്നെ രക്ഷിച്ചു. അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ശക്തി പ്രാപിച്ചു, അപ്പോൾ കർത്താവ് എനിക്ക് രക്ഷകനായി. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിച്ചു, അവിടുന്ന് എന്നെ ആശ്വാസത്തിലേക്ക് ആനയിച്ചു. എന്റെ നീതിക്ക് അനുസൃതം കർത്താവ് പ്രതിഫലം നൽകി, കരങ്ങളുടെ പരിശുദ്ധിക്കനുസരിച്ച് എന്നെ പൂർണ്ണനാക്കി. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ മാർഗം ഞാൻ കാത്തു, എന്റെ ദൈവത്തോട് ഞാൻ മറുതലിച്ചില്ല. അവിടുത്തെ വിധികൾ എന്റെ കൺമുൻപിലുണ്ട്, കൽപ്പനകളൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല. തിരുസന്നിധിയിൽ ഞാൻ നിർദോഷിയാണ്, പാപങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. എന്റെ നീതിക്കും കരങ്ങളുടെ പവിത്രതയ്ക്കുമൊത്ത് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. പരിശുദ്ധന് അങ്ങ് പരിശുദ്ധനാണ്, നിഷ്കളങ്കന് നിഷ്കളങ്കനും. ഉത്തമന് അങ്ങ് ഉത്തമനാണ്, വക്രബുദ്ധിയോട് സൂക്ഷ്മബുദ്ധിയുള്ളവനും. അഗതികളെ അങ്ങ് രക്ഷിക്കുന്നു, ഗർവിഷ്ഠരെ അങ്ങ് താഴ്ത്തുന്നു. എന്റെ വിളക്ക് അങ്ങ് തെളിക്കുന്നു, എന്നിലെ അന്ധകാരം അകറ്റുന്നു. എന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സൈന്യനിരകളെ ഞാൻ നേരിടും, അവരുടെ കോട്ട ഞാൻ മറികടക്കും. ദൈവത്തിന്റെ മാർഗം കറയറ്റതാണ്, കർത്താവിന്റെ വചനം സ്വീകാര്യമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് സഹായിക്കുന്നു. കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല, നമ്മുടെ ദൈവത്തെ പോലെ ശക്തനായ മറ്റാരുമില്ല. ദൈവം എന്നെ ശക്തി ധരിപ്പിക്കുന്നു, എന്റെ മാർഗം ഊനമറ്റതാക്കുന്നു. അവിടുന്ന് എന്റെ കാലുകൾക്ക് കലമാറ്റതുപോലെ വേഗം നൽകി, ഉന്നതത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തി. എന്റെ കരങ്ങളെ യുദ്ധം ചെയ്യാൻ അഭ്യസിപ്പിച്ചു, പിത്തളവില്ലു പോലെ അവ ഉറപ്പുള്ളതാക്കി, രക്ഷയുടെ പരിച എനിക്ക് നൽകി. അങ്ങയുടെ വലങ്കൈ എന്നെ താങ്ങി നിർത്തുന്നു, അങ്ങയുടെ ശിക്ഷണം എന്നെ വലിയവനാക്കുന്നു. എന്റെ പാദം ഇടറാതിരിക്കാൻ എന്റെ പാദ അങ്ങ് വിശാലമാക്കി. ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടികൂടും, അവരെ ഇല്ലാതാക്കുവോളം ഞാൻ പിന്മാറുകയില്ല. അവരെ ഞാൻ പ്രഹരിക്കും, എഴുന്നേൽക്കാൻ അവർക്കാകുകയില്ല, അവർ എന്റെ കാൽ കീഴിൽ വീഴും. യുദ്ധം ചെയ്യാൻ ശക്തി കൊണ്ട് അങ്ങ് എന്റെ അരമുറക്ക്, എന്നോട് എതിർക്കുന്നവരെ കീഴ്പ്പെടുത്തും. വിരോധികളെ എന്റെ മുൻപാകെ നശിപ്പിക്കും, ശത്രുഗണത്തെ ഞാൻ നിശബ്ദമാക്കും. സഹായത്തിനായി അവർ നിലവിളിക്കും, അവിടുന്ന് അവരുടെ രക്ഷകനാവുകയില്ല. കർത്താവിനോടവർ കേണപേക്ഷിക്കും, അവിടുന്ന് അവർക്ക് മറുപടി നൽകുകയില്ല. കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ അവരെ ഞാൻ പൊടിക്കും, തെരുവിലെ ചെളി പോലെ അവരെ ഞാൻ ചവിട്ടും. ജനത്തിന്റെ വിധിയിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കും, ജനതകളുടെ തലവനായി വാഴിക്കും. ഞാൻ അറിയാത്തവരെന്നെ ശുശ്രൂഷിക്കും, അവർ ശ്രദ്ധാപൂർവം എന്റെ ആജ്ഞ പാലിക്കും. അന്യജനത എനിക്ക് കീഴ്പ്പെടുന്നു, വഴികളിൽ അവർ തടയപ്പെടുന്നു, അവിടെ നിന്ന് അവർ പിന്മാറുന്നു. കർത്താവ് എന്നേക്കും ജീവിക്കുന്നു, എന്നെ ശക്തിപ്പെടുത്തുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്റെ ദൈവവും രക്ഷകനുമായവൻ മഹത്വപ്പെട്ടവനാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ജനതകളെ എനിക്ക് കീഴ്പ്പെടുത്തി, ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. വൈരികൾക്കുമേൽ അവിടുന്ന് എന്നെ ഉയർത്തി, അധർമ്മികളിൽ നിന്ന് എന്നെ മോചിച്ചു. കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങയെ സ്തുതിക്കും, തിരുനാമം ഞാൻ പാടിപ്പുകഴ്ത്തും. രാജാവിന് അങ്ങ് വിജയം നൽകി, അഭിഷിക്തനായ ദാവീദിലും സന്തതികളിലും എന്നേക്കും കൃപ വർഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അവന്ദനീയമായ ദാനത്തെ പ്രതി അവനു സ്തുതി. കരുണാവാരിധി കർത്താവേ, നീ മർത്യനു നൽകിയ ദാനം പാരം മഹനീയം. മാമോദീസ സലിലം വഴിയായി നരരെ പാവന റൂഹായാൽ അഭിഷേചിച്ചു. മോഹനമാകും നിർമ്മല വസ്ത്രം അണിയിച്ചവരെ ഒരുക്കും നീ. ജീവനെഴും തിരുഗാത്രം ഭോജനമായും തിരുരക്തം പാനീയവുമായികുന്നു. നിരരാ നിർമ്മലരാക്കുന്നു. രക്ഷകനീശോ മിശിഹായി ദൂതഗണത്തോടു ചേർത്തവരെ വിണ്ണിലുയർത്തുന്നു. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സോദരഗണമേ, തിന്മയിൽ നിന്നും വിദ്വേഷത്തിൻ ഇരുളിൽ നിന്നും അകന്നീടാം. ദുഷ്ടത തിങ്ങും ചെയ്തികളൊന്നും ചെയ്യാതവയെ വെറുക്കാം, ദൂരയകറ്റിയിടാം. ശുദ്ധി നിറയ്ക്കാം മനസാക്ഷിയിലും ഹൃത്തിലും അവരുടെ വചനത്താൽ. പരിപൂർണതയുടെ മാർഗത്തിൽ പാദം നിത്യമുറപ്പിക്കാം. പാപം നീക്കിടമീശോദൻ മെയ്യും നിടവും കൈക്കൊള്ളാം. ചിന്തയുമൊപ്പം ചെയ്തികളും പരിശോധിക്കാം. ആത്മാവിൽ നിർമ്മലരായിടാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോർദാൻ നദിയിൽ യോഹന്നാൻ തൻ മാമോദീസ പരികർമ്മം ചെയ്തിടുമ്പോൾ ഉന്നത വിണ്ണിൽ വാതിൽ തുറന്നു. പാവന റൂഹ ഒരുവരിൽ മാത്രം നിവസിച്ചു. എന്നാൽ ഇന്നോ മാമോദീസ കൈക്കൊണ്ടിടും സകലരിലും ദൈവാത്മാവ് വസിക്കുന്നു. ദാനം വർഷിച്ചിടുന്നു. അവരെ സ്നേഹിതരാക്കുന്നു. പരിപാലിച്ചു നയിക്കുന്നു. അത്ഭുതകരമേ സത്യത്തെ നന്ദിയുടലുതിലും ഓർമ്മിക്കാം. നിത്യം ഘോഷിക്കാം. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുന്നു. അവിടുത്തെ വലതുകരവും വിശുദ്ധ ഭുജവും അവരെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ രക്ഷ കാണിച്ചിരിക്കുന്നു, ജനതകളുടെ മുൻപാകെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ഭവനത്തോടുള്ള കൃപയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ രക്ഷ ഭൂതലം മുഴുവൻ ദർശിച്ചിരിക്കുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, ആലപിക്കുവിൻ, പുകഴ്ത്തുവിൻ. കിന്നരമീട്ടി കർത്താവിനെ കീർത്തിക്കുവിൻ, വാദ്യഘോഷത്തോടെ സ്തുതിക്കുവിൻ, കാഹളം മുഴക്കി രാജാവായ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, ലോകത്തെ ന്യായത്തോടെയും ജനതകളെ നീതിയോടെയും വിധിക്കാൻ അണയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യപ്രഭയാം നാഥനെ മർത്യനു നൽകിയ കരുണയെ വാഴ്ത്തിയിടുന്നു. ഉൾത്താപത്തിനു ദാവീദിൻ സുതനീശോ നമ്മെ വിളിച്ചിടുന്നു. അനുതാപത്തിൻ സമയമടുത്ത് കർത്താവിൻ കൃപയാചിച്ചിടാം. അനുതാപത്തിനു ചേർന്നിടും ഫലമെന്നും നിങ്ങളിൽ ഉളവാകട്ടെ. ഫലമേകാത്ത മരത്തിൻ ചുവടിനു നിശിതം വെൺമഴ വെച്ചു കഴിഞ്ഞു. തരുനിര നിഷ്ഫലമെങ്കിൽ നിയതം വെട്ടിമുറിച്ചരിതയിൽ തള്ളും. മുറമുന്നവന കരയുകളത്തിൽ വിരവോടു ചേർത്ത് പിടിച്ചിഹ നിൽപ്പൂ. കളകൾ നീക്കി വെളിപ്പാക്കിയിടും, ഗോതമ്പൊന്നായി സൂക്ഷിച്ചിടും. പുറത്തിരിയിൽ ക്ഷണമവനറിയും നിർദ്ദയമപ്പോൾ. താതനും അതുപോസുതനും പാവനരോഹായ്ക്കും സ്തുതിയെന്നും ആമേൻ. പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവ്വസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപികളെ വിളിക്കാൻ ലോകത്തിലേക്ക് വരികയും സുഖക്കാരുടെയും പാപികളുടെയും മുറ്റുമിത്രമായി അവരോടൊത്ത് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടെന്ന നിലയിൽ പാപിനിക്ക് കനിവോടെ മോചനവും നിയമപ്രകാരമുള്ള ശിക്ഷയിൽ നിന്ന് ഇളവും കൊടുത്ത കർത്താവെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനുതാപം ആവശ്യമില്ലാത്ത നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന പാപിയെപ്പറ്റി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് അറിയിക്കുകയും കണ്ണുനീരാ നിന്റെ കാലുകൾ കഴുകിയ സ്ത്രീയിൽ കനിഞ്ഞ് തക്ഷണം അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്ത കർത്താവെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സക്കേവൂസിന്റെ വീട്ടിൽ ചെന്ന് ആ കുടുംബത്തിന് രക്ഷ പകർന്നു കൊടുത്തത് വഴി സകല മനുഷ്യരുടെയും ആത്മാർത്ഥതയും സദ്ുദ്ദേശത്തെയും വിലമതിക്കുന്നുവെന്ന് കാണിച്ചു തന്ന കർത്താവെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനുമായി നിന്റെ വചനം കേൾക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. കരുണയായ